എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാദേവന്റെ തിരുവായുധങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ പലർക്കും തോന്നിയിട്ടാവും എന്തുകൊണ്ട് ഭഗവാൻ ഈ പിനാകം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ തൃശൂലത്തിൽ എപ്പോഴും ഒരു ഉടുക്ക്, ഒരു ഡമരു കെട്ടിവെച്ച് നടക്കുന്നത് കാണാം പലപ്പോഴും. അല്ലെങ്കിൽ ഭഗവാൻ ഒരു കയ്യിൽ പിനാകവും മറ്റേ കയ്യിൽ ഉടുക്കും ധരിച്ച് നിൽക്കുന്ന രൂപങ്ങളും പല സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ ഈ ഡമരു അല്ലെങ്കിൽ ഉടുക്ക്, അതിന് പുറകിലും കൃത്യമായിട്ടുള്ള ഒരു തത്വം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഡമരുവിൽ നിന്ന് ഉണ്ടാവുന്ന നാദം ഓംകാരമാണ്. സാക്ഷാൽ പ്രണവ ശബ്ദമാണ് ഉടുക്കിൽ നിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ശാസ്താംപാട്ട് ഉൾപ്പെടെയുള്ള ഗ്രാമീണ ആരാധനയിലൊക്കെ തന്നെ ഉടുക്ക് കൊട്ടി പാടുക എന്ന രീതി നമ്മൾ പിന്തുടരുന്നത്. ഓംകാര ശബ്ദത്തെയാണ് ഡമരു ആത്യന്തികമായി ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഡമരുവിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന മുഴുവൻ ഭാഷയുടെയും അടിസ്ഥാനമായിട്ടുള്ള വ്യാകരണം പോലും ഉണ്ടായിട്ടുള്ളത്. ആ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഭഗവാന്റെ ഡമരുവിനെ കുറിച്ച് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് ലഘുവായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് ഭഗവാൻ ഈ ഒരു ഉടുക്കുകൊട്ടി പാടുന്ന തരത്തിൽ ഭഗവാന്റെ നൃത്തം, താണ്ഡവം എന്ന് നമ്മൾ വിളിക്കുന്നല്ലോ, അതിന് ഭഗവാന് ഈ താണ്ഡവ സമയത്ത് ഉടുക്കുകൊട്ടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ഭൂതഗണുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചണ്ഡൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പുളിന്തി എന്നുമാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞുകൊണ്ട് വ്യാകരണത്തിലേക്ക് നമുക്ക് വരാം. ഈ ചണ്ഡനും പുളിന്തിയും അവർ വളരെയധികം താഴ്ന്ന ജാതിയിൽപ്പെട്ട വനവാസികളായിട്ടുള്ള ആളുകളായിരുന്നു. ഒരിക്കലും വേട്ട കഴിഞ്ഞ് ഇവർ കാട്ടിലൂടെ വരുന്ന സമയത്ത് കാലെന്തിലോ തട്ടി നോക്കിയപ്പോൾ മണ്ണിൽ ഒരു ശിവലിംഗം ഇങ്ങനെ താഴ്ന്നു കിടക്കുകയാണ്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം ഉണ്ടായി. കാല് ശിവലിംഗത്തിൽ തട്ടി, രണ്ട് വിഗ്രഹത്തിൽ തൊടാൻ പാടൂ എന്നുള്ള ഭയം. അങ്ങനെ ആശങ്കയോടുകൂടി നിൽക്കുമ്പോൾ അവിടെ ഒരു മഹാത്മാവ് പ്രത്യക്ഷപ്പെടുകയും ഒരു സന്യാസി വര്യനായിട്ടുള്ള അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയക്കൊന്നും വേണ്ട, ഭഗവാൻ ശങ്കരന് തൻ്റെ ഭക്തരെല്ലാവരും ഒരുപോലെയാണ്, അതുകൊണ്ട് ഈ ശിവലിംഗം എടുത്ത് ഉചിതമായിട്ടുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക. അപ്പം അവർക്ക് ഒന്നും തന്നെ അറിയില്ല. അവർ പാവം ഈ കാട്ടുജാതിയിൽപ്പെട്ട ആളുകളാണ്, ഒന്നും അറിയില്ല. അപ്പം അവരോട് ആ മഹാത്മാവിനോട് പറഞ്ഞു, മഹാത്മാവേ, ഈ ശിവനെ പൂജിക്കണത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പറഞ്ഞു തരണം. വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഈ ശിവലിംഗം ഇവിടെ നിന്ന് എടുത്ത് നന്നായിട്ട് ഭഗവാനെ ആറാടിച്ച് ഏതെങ്കിലും പാറപ്പുറത്ത് പ്രതിഷ്ഠിക്കുക. അവിടെ ആ ഭഗവാന്റെ ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ ധാരധാരയായിട്ട് ഭഗവാന് ജലം കൊടുക്കുക. അതിനുശേഷം ഭഗവാന്റെ ശരീരത്തിൽ കാട്ടുപൂക്കളും ചുടലച്ചാരവും കൊണ്ടുപോയിട്ട് നിറയ്ക്കുക. ഇത്രയും മതി. ഇത് ചെയ്താൽ തന്നെ ശിവപൂജയായി എന്നാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേട്ടയാടി കൊണ്ടുവന്നത് എന്തോ അത് ഭഗവാന് നേദിച്ചോളൂ എന്നും പറഞ്ഞു. പാവം പുളിന്തിയും ചണ്ടനും കൂടെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ശിവലിംഗം എടുത്തുകൊണ്ട് പോയി. ആ യോഗിവര്യൻ പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത് അവരുടെ ഒരു ദിനചര്യയുടെ ഭാഗമായി. പക്ഷെ പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ ഇവർക്കാർക്കും ഈ ചുടലച്ചാരം ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാനുള്ള ഈ ഭസ്മം കിട്ടിയില്ല. ആരുടെയെങ്കിലും ദഹിപ്പിക്കപ്പെട്ട ഭസ്മാണല്ലോ ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പല ശ്മശാനങ്ങളിൽ പോയപ്പോഴും ഈ ചുടലച്ചാരം കിട്ടിയില്ല. പാവം ചണ്ടനും പുളിന്തിയും വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ ഉപദേശിച്ചു, അങ്ങ് വിഷമിക്കൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഭഗവാൻ ഈ ചുടലച്ചാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ കോപിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു ചിത അങ്ങ് ഒരുക്കൂ, ഞാൻ അതിൽ പോയി കിടക്കാം, എൻ്റെ ചാരം അങ്ങ് മഹാദേവന് അഭിഷേകം ചെയ്തോളൂ. ഭാര്യ പറയുമ്പോൾ ഭർത്താവ് അതനുസരിച്ച് കേൾക്കാൻ തയ്യാറായി. ഒരുപാട് നേരത്തെ നിർബന്ധത്തിന് ശേഷം അങ്ങനെ ചിതയൊരുക്കി ഈ പുളിന്തി അതിനകത്തേക്ക് നടന്നുപോയി ഭസ്മായി എന്നാണ്. ആ സമയത്ത് ചണ്ഡന് തോന്നി, ഭാര്യ പോയി, ഇനിയിപ്പോൾ എൻ്റെ ഭസ്മം കൂടെ ഭഗവാന് സമർപ്പിക്കാം. അതൊരു കുറ്റബോധം കൊണ്ടോ വൈരാഗ്യാവസ്ഥ കൊണ്ടോ അല്ല, ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ് ചണ്ഡനത് തോന്നിയത്. എൻ്റെയും ഈ ശരീരത്തിൻ്റെ ഭസ്മം എൻ്റെ ദേവന് അഭിഷേകമാവട്ടെ എന്ന് കരുതി അദ്ദേഹവും ഈ ചിതയിലേക്ക് എടുത്ത് ചാടാൻ പോയ സമയത്ത് ഒരു കൈ വന്ന് പിടിച്ചു എന്നാണ്. നോക്കിയപ്പോൾ നേരത്തെ ചിതയിലേക്ക് ചാടിയ തൻ്റെ ഭാര്യ പുളിന്തിയാണ് കൈ പിടിച്ചിരിക്കുന്നത്. ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, എനിക്ക് ഒന്നും തന്നെ പറ്റിയിട്ടില്ല, എന്നെ ഭഗവാൻ മഹാദേവനാണ് രക്ഷിച്ചത്, അദ്ദേഹം നമ്മളിൽ അത്രയധികം കൃപയുള്ളവനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കാം എന്ന് പറഞ്ഞ് അവർ പഞ്ചാക്ഷരം ചൊല്ലി ഉറക്കെ ഉറക്കെ ഭഗവാന്റെ നാമഘോഷങ്ങളെ കീർത്തിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഭഗവാന്റെ പാർഷദന്മാർ ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ചണ്ഡനെയും പുളിന്തിയെയും കൈലാസത്തിലേക്ക് കൊണ്ടുപോയി
ഭഗവാന്റെ ഭൂതഗണങ്ങളുടെ വൃന്ദത്തിൽ ചേർത്തു എന്നുമാണ് കഥ. ഇന്നും ഭഗവാൻ താണ്ഡവം ചെയ്യുന്ന സമയത്ത്, പ്രദോഷ സമയത്ത് മൃദംഗം വായിക്കുന്നത് നന്ദികേശ്വരനാണെങ്കിൽ ഭഗവാന്റെ ഡമരു സാക്ഷാൽ ചണ്ടനാണ് ഇത്രയും മുഴക്കുന്നത്. ആ ചണ്ടൻ്റെ കയ്യിലത്രേ ഭഗവാൻ ഡമരു കൊടുത്തിട്ട് പറയുക, ചണ്ട ഞാൻ നൃത്തം ചെയ്യുന്നതിനനുസരിച്ച് ഈ ഡമരു മുഴക്കുന്നു. അതിനുള്ള അവസരം കിട്ടിയത് അദ്ദേഹത്തിനാണ്. അപ്പം അങ്ങനെയുള്ള ചണ്ടൻ്റെയും പുളിന്തിയുടെയും കഥ ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഒരു ഭാഗത്ത് പാണിനി മഹർഷിയായിട്ട് ബന്ധപ്പെട്ട് പാണിനി എന്ന് വിളിക്കപ്പെടുന്ന ആ വലിയ മഹാത്മാവ് ഭഗവാനെ തപസ് ചെയ്ത സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എന്ത് വരാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഭഗവാനോട് പറഞ്ഞു, എനിക്ക് വ്യാകരണത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച് അങ്ങ് പറഞ്ഞു തരണം. ഭഗവാൻ പാണിനിയുടെ മുമ്പിൽ ആനന്ദ നടനം നൃത്തം ചെയ്യുകയും ആ നൃത്താവസാന സമയത്ത് ഭഗവാന്റെ കയ്യിലുള്ള ഡമരു ഉടുക്ക് ആദ്യം 9 തവണയും പിന്നീട് 5 തവണയും ഭഗവാൻ മുഴക്കിയിത്രേ. അങ്ങനെ 14 ശബ്ദങ്ങൾ ആ ഉടുക്കിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ്. അതാണത്രേ പ്രസിദ്ധമായിട്ടുള്ള മാഹേശ്വര സൂത്രങ്ങൾ. അതിൽ നിന്നാണ് പാണിനിക്ക് വ്യാകരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ രചിക്കാനുള്ള അടിസ്ഥാനം കിട്ടിയത് എന്നുമാണ് കഥ. അപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ഭാഷയെപ്പോലും സ്വാധീനിക്കുന്നത് ഭഗവാന്റെ കയ്യിലുള്ള ആ ഡമരുവാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ആ ഡമരുവിൽ നിന്നുണരുന്ന ഓങ്കാരമാവണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ആത്യന്തികമായിട്ട് പ്രകാശിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ശിവഭക്തർ പറയാറുണ്ട്, നമുക്കൊക്കെ ഓരോ ഡമരു തന്നിട്ടാണ് ഭഗവാൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. ആ ഡമരുവിൻ്റെ ശബ്ദമാണ് ഈ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. ആ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം അത് ഭഗവാന്റെ ഉടുക്കാണ് എന്നാണ് സങ്കല്പം. അതിൽ നിന്ന് പുറത്തു വരുന്ന നാദം ഓങ്കാരമാണ്. ആ ഹൃദയതാളത്തിൽ നൃത്തം ചെയ്യുന്ന, ആ ആനന്ദ താണ്ഡവം ചെയ്യുന്ന സാക്ഷാൽ മഹാദേവനെ സാഷ്ടാംഗം നമസ്കരിക്കുക. അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ചൊല്ലുക. ആ ഭഗവാന്റെ ഡമരുവിൻ്റെ ഈ കീർത്തിയെ കഴിയാവുന്ന വിധം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള മഹാദേവൻ നമ്മളെല്ലാവരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.